കഴിഞ്ഞ ദിവസം UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ തന്നെ കൂവിയവർക്കെതിരെ യുവനടി റിനി ആൻ ജോർജ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. കണ്ണുകടി ഉണ്ടായ കുലംകുത്തികൾ ഓരിയിട്ടുവെന്ന് റിനി ഫേസ്ബുക്കിൽ കുറിച്ചു. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ അപ്പോൾ തന്നെ അവഗണിച്ചതായും റിനി കൂട്ടിച്ചേർത്തു. VD സതീശന്റെ മുഖ്യമന്ത്രി പദം തന്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം തനിക്കുണ്ടായി. കൂവിയവർ കോൺഗ്രസുകാരാണെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസുകാർ തന്നോട് സ്നേഹവായ്പോടെയാണ് എന്നും പെരുമാറിയിട്ടുള്ളതെന്നും റിനി ഫേസ്ബുക്കിലെ പോസ്റ്റിൽ പറയുന്നു. റിനിയുടെ കഴിഞ്ഞ ദിവസം വിട്ട ഫേസ്ബുക്കിലെ കുറിപ്പ് ഇതാണ്. മെയ് 18, 2026 എന്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു സുദിനം. ഞാൻ MLA എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന വ്യക്തി കേരളത്തിന്റെ CM ആയ ദിവസം. എന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം. വേദിയിൽ നിന്ന് തന്നെ ആ ചരിത്ര മുഹൂർത്തം കണ്ണ് കുളിർക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം. ഒരുപാട് ദേശീയ നേതാക്കളെ അടുത്ത് കാണാനും സംസാരിക്കാനുമുള്ള അവസരം ലഭിച്ചു. ഇതെല്ലാം കണ്ട് കണ്ണുകടി ഉണ്ടായ ചില കുലംകുത്തികൾ ഓരിയിട്ടു. അതിനെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടെ അപ്പോൾ തന്നെ അവഗണിക്കുകയും ചെയ്തു. അവർ കോൺഗ്രസുകാർ ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസുകാർ അത്രയും സ്നേഹവായ്പോടെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. സത്യപ്രതിജ്ഞയ്ക്ക് വന്ന എന്നെ കോൺഗ്രസുകാർ ആട്ടി ഓടിച്ചു എന്ന് പറയുന്നവർക്കായി ചടങ്ങിൽ സന്നിഹിതനായിരുന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് ഒപ്പമുള്ള എന്റെ ചിത്രം പങ്കുവെക്കും. ഇതാണ് റിനി പറയുന്നത്. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയപ്പോഴാണ് റിനി ആൻ ജോർജിനെ കൂകി വിളിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയ നടിക്ക് നേരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചിലർ കൂകി വിളിക്കുകയായിരുന്നു. ഒരു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നുള്ള റിനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികളുടെ കൂടുതൽ വെളിപ്പെടുത്തലുകളും പരാതികളും പുറത്തു വന്നത്. അതിനു പിന്നാലെ രാഹുൽ അനുകൂലികളിൽ നിന്ന് വധഭീഷണി അടക്കം നേരിട്ടുവെന്നാണ് റിനി അന്ന് പറഞ്ഞത്. റിനി ആൻ ജോർജിനെ സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. യൂട്യൂബർ ഷാജൻ സ്കറിയ, രാഹുൽ ഈശ്വർ എന്നിവരടക്കം 4 പേരെ പ്രതി ചേർത്ത് എറണാകുളം റൂറൽ സൈബർ പോലീസ് അന്ന് കേസെടുത്തിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച 4 പേരുടെ വിവരങ്ങളടക്കം പരാമർശിച്ചുകൊണ്ട് നടി റിനി മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. ജാമ്യമില്ലാ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. IT ആക്ടിലെ സെക്ഷൻ 67 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BNS-ഉം കേരള പോലീസ് ആക്ട് അടക്കം ചുമത്തിയുള്ള FIR ആണ് രജിസ്റ്റർ ചെയ്തത്. റിനി ആൻ ജോർജിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അധിക്ഷേപകരമായ പോസ്റ്റുകൾ ഇട്ട ആളുകളെയും യൂട്യൂബ് ചാനൽ വഴി അധിക്ഷേപം നടത്തിയവരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. പിന്നീട് അതിജീവിതയെ അപമാനിക്കുന്ന കേസിൽ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും റിനിയെ ചീത്ത വിളിക്കുന്നവർ കോൺഗ്രസുകാർ തന്നെയാണ് ഭൂരിഭാഗവും. രാഹുൽ അനുകൂലികളും ഷാഫി അനുകൂലികളും അതിൽ പെടുന്നുണ്ട്. എന്നാൽ അവർക്ക് പിന്തുണയുമായി അക്ഷരത്തെറ്റുകളോടെ ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്ന ലീഗ് അനുയായികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്.